ജൂൺ 5 പരിസ്ഥിതി ദിനം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പരിസ്ഥിതി ദിനത്തിന് വലിയൊരു സന്ദേശം പറയുകയാണ് നമ്മുടെ കിളിമാനൂരിലെ ടൗൺ UPSലെ കുട്ടികൾ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കിളിമാനൂർ പോലീസ് സ്റ്റേഷന് മുമ്പിലാണ്. ഇപ്പോൾ സ്റ്റേഷനിൽ ഈ പരിസ്ഥിതി ദിനത്തിന്റെ വലിയ ആഘോഷങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. നമസ്കാരം സർ, എന്താണ് ഇപ്പോൾ നമ്മുടെ പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം? ആഘോഷമില്ല. ബന്ധപ്പെട്ട് നമ്മുടെ തൊട്ടടുത്ത സ്കൂളിൽ ടൗൺ UPS സ്കൂളിലെ കുട്ടികളെ കൊണ്ടുവന്നു വൃത്തികൾ അറിയിച്ചു. പിന്നെ അവിടെ സ്കൂളിലും അതുപോലെ ചെയ്യുന്ന പരിപാടിയുണ്ട്. പിന്നെ നമ്മുടെ സ്കൂളിന് ഇപ്പം ഈ ടൗൺ UPS ഇവിടെ ഈ അടുത്ത കാലത്ത് നവീകരിച്ചു. നല്ലൊരു അന്തരീക്ഷം വന്നുകൊണ്ടിരിക്കുകയാണ്. പരിസ്ഥിതിയുമായി കുട്ടികൾ ഇണങ്ങുക എന്നുള്ളൊരു എന്ന ഒരു ഉദ്ദേശം കൂടിയാണ് ഈ മരങ്ങളൊക്കെ വെച്ച് കുട്ടികൾ അതിലേക്കൊന്ന് എത്തിക്കുന്ന ഉദ്ദേശമാണ്. കഴിഞ്ഞ വർഷങ്ങളിലും ആ ഒരു ദിവസത്തേക്ക് മാത്രം ഒതുങ്ങുകയാണോ അതോ അല്ലാതെ ഞങ്ങൾ ഉദ്ദേശമുണ്ട്. പരമാവധി പങ്കെടുക്കാനുള്ള പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ തന്നെ പരിസ്ഥിതിയോട് ഇണങ്ങുക, അല്ലെങ്കിൽ പ്രകൃതി ഇന്നൊരു ദിവസത്തേക്ക് മാത്രമല്ല എന്നേക്കുമായി വരും ഭാവിയിലേക്കൊക്കെ ഇണങ്ങുന്ന ഒരു കൂടിയാണ്. നമ്മുടെ സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് ആണ് കൂടെ ഉള്ളത്. മാം, നമ്മുടെ കുട്ടികളെയൊക്കെ തന്നെ പ്രകൃതിയോട് ഇണങ്ങി ചേരുക, അല്ലെങ്കിൽ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക എന്നുള്ളൊരു മെസ്സേജ് ആണല്ലോ. എങ്ങനെയാണ് ഇത് കോർഡിനേറ്റ് ചെയ്തത്? ഞങ്ങൾ പരിസ്ഥിതി ദിനം സ്കൂളിൽ ആഘോഷിക്കാനായിട്ട് അവിടെ വൃക്ഷത്തൈകളൊക്കെ കൊണ്ടുവന്ന് വെച്ച് അത് സ്പോൺസർ ആയിരുന്നു. ഹരിത കേരള മിഷൻ്റെ ആൾക്കാർ, പിന്നെ കൃഷി ഭവനിൽ നിന്ന് കൃഷി ഓഫീസർ 12 മണിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞു. വൃക്ഷത്തൈകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 12:00 അവർ വരുമ്പോൾ നമ്മളത് ഉദ്ഘാടനം ചെയ്യും. ഇവിടുന്ന് രാവിലെ 2 പോലീസുകാർ വന്ന് നമ്മളെ സ്കൂളിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വൃക്ഷത്തൈകൾ നടാനായിട്ട് ക്ഷണിച്ചു. അപ്പം ഞങ്ങൾ കുട്ടികളെ കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു അത്തരത്തിൽ. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചെടികളൊക്കെ ഇപ്പോഴും ഉണ്ട്, നന്നായിട്ട് പിള്ളേർ പരിപാലിക്കുന്നുണ്ട്. അപ്പൊ കുട്ടികളുടെയൊക്കെ വലിയ സഹകരണമാണല്ലോ. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ ചെടികളെയൊക്കെ പരിപാലിക്കുന്നത്? ഹലോ, എങ്ങനെയാണ്? കൊള്ളായിരുന്നോ? ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചായിരുന്നു കഴിഞ്ഞ വർഷവും? ഞാൻ വന്നില്ല. ചെടി വെച്ചോ ഇപ്പൊ? ആണോ? അപ്പൊ അത് വന്ന് കൃത്യമായിട്ട് പരിപാലിക്കുവോ? ആണോ? മുൻകാലങ്ങളിലും എൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ നല്ല വിപുലമായ പച്ചക്കറി കൃഷിയും നമ്മളായ സ്കൂളിലെ ആവശ്യത്തിന് കുറച്ച് എങ്കിലും നമുക്ക് എല്ലാം തക്കാളി തൊട്ട് പച്ചമുളക്, ക്യാബേജ്, കോളിഫ്ലവർ എല്ലാം നമ്മൾ നട്ടുപിടിപ്പിച്ച് നല്ല ഇതായിരുന്നു വിളവെടുത്തത്. പക്ഷെ കഴിഞ്ഞ വർഷം നമുക്ക് ചെറിയ കാലാവസ്ഥയുടെ പ്രശ്നമല്ല. ഈ വർഷം കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഒരു കൃഷിത്തോട്ടം നിർമ്മിക്കാനുള്ള നമ്മുടെ സ്കൂളിൽ ടൗൺ UPS കിളിമാനൂരിൽ നിർമ്മിക്കാനുള്ള ഒരു പദ്ധതി ഒരു കൃഷി ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യാം. അതുപോലെ തന്നെ ഒരു പഴത്തോട്ടത്തിന് വേണ്ടിയുള്ള കുറച്ച് മരങ്ങളൊക്കെ നമുക്ക് എന്നത്തേക്കും ഒരു ദിവസത്തേക്കല്ല, ഒരു വർഷത്തേക്കല്ല, എന്നത്തേക്കും വേണ്ടി നിൽക്കാൻ വേണ്ടിയുള്ള കുറച്ച് പഴവർഗ്ഗങ്ങളൊക്കെ നട്ട് പിടിപ്പിച്ച് നല്ല ഒരു ഇതാക്കാനുള്ള ഒരു ഈ വർഷം തൊട്ട് നമ്മൾ ഗംഭീരമാക്കും. പഞ്ചായത്ത് നമ്മളെ കൂടെ എല്ലാത്തിനും വേണ്ടി കൃഷിഭവന് നമുക്ക് എന്ത് സഹായം ചെയ്തു തരാൻ തുടങ്ങി. ഇവിടുത്തെ കിളിമാനൂർ പഞ്ചായത്താണ് അല്ല, പഴയകുന്നുമേൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഈ കുട്ടികൾക്ക് വേണ്ട, അല്ലെങ്കിൽ ഫലവൃക്ഷങ്ങളാവട്ടെ, അത് പച്ചക്കറികളാവട്ടെ ഒക്കെ നടുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു. അപ്പോൾ ഈ കുട്ടികളൊക്കെ തന്നെ പരിസ്ഥിതി ദിനത്തിന്റെ ആഘോഷത്തിലാണ്. ഈ ആഘോഷം ഇന്നത്തെ ഒരു ദിവസത്തേക്ക് മാത്രമല്ല, എന്നേക്കുമായി പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ള സന്ദേശം കൂടിയാണ് ഇവർ നൽകുന്നത്. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിലുവനസ്.